വിദ്യാർത്ഥികൾക്കും മാത്സ് ബ്ലോക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻസൈഡ് ഔട്ട്സൈഡ് ഓൺ സർക്കിളുമായി ബന്ധപ്പെട്ട് ചില ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ സർക്കിളിന്റെ അടുത്ത പോർഷനോട് നമുക്ക് പോവാം. കോഡ് ആംഗിൾ ആർക്ക്. ഓക്കേ, എന്താണ് ഈ കോഡ് ആംഗിൾ ആർക്ക്? കോഡിന്റെ മലയാളം ഞാനാണ്, ആംഗിൾ കോഡ്, ആർക്ക് എന്ന് പറഞ്ഞാൽ ചാപം. ഓക്കേ, ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് റിലേഷൻസ്, അതുമായി ബന്ധപ്പെട്ട ആംഗിൾ കണ്ടുപിടിക്കാനുമായി ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പരീക്ഷയ്ക്ക് 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ഒക്കെ ചോയ്സ് ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിച്ചു വരുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് ആദ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കേ, അപ്പോൾ ഞാൻ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കേ, ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കേ, ഒരു സർക്കിൾ ഏതെങ്കിലും റേഡിയസിൽ ഞാൻ ഒരു സർക്കിൾ വരച്ചു. ഓക്കേ, എന്നിട്ട് ഞാൻ ഒരു കോഡ് വരയ്ക്കണം. എന്താണ് സർക്കിളിന്റെ കോഡ്? ഓക്കേ, അത് എല്ലാവർക്കും അറിയാം. സർക്കിൾ ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ചുമ്മാ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. സർക്കിളിൽ ഏതെങ്കിലും 2 പോയിന്റ് ചേർത്ത് വരയ്ക്കുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് സർക്കിളിന്റെ എന്ന് പറയുന്ന കോഡ് എന്ന് പറയുന്നത്. ഒരു വൃത്തത്തിലെ ഏതെങ്കിലും 2 ബിന്ദുക്കൾ, ഏതെങ്കിലും 2 പോയിന്റ് ചേർത്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് വിളിക്കുന്ന പേരാണ്, ആ വരയെ വിളിക്കുന്ന പേരാണ് ഇത് കോഡ് എന്ന് പറയുന്നത്. ഓക്കേ, അപ്പൊ ഇതിനകത്ത് AB എന്ന് പറയുന്ന കോഡാണ്. വേണമെങ്കിൽ എനിക്ക് വേറൊരു കോഡ് വരയ്ക്കാം. ഇത് CD എന്ന് പറയുന്നത് വേറൊരു കോഡാണ്. വേണമെങ്കിൽ എനിക്ക് PQ എന്ന് പറയുന്ന ഒരു കോഡ് വരയ്ക്കാം. ഇഷ്ടം പോലെ കോഡ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാം. ഞാണുകൾ എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ കോഡ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഞാണെന്ന് പറയുന്നത് ആ വൃത്തത്തിന്റെ ആ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്, വ്യാസമാണ് ഏറ്റവും വലിയ കോഡ്. ഓക്കേ, അത് ഇഷ്ടം ഇൻഫിനിറ്റി നമ്പർ ഓഫ് കോഡ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കേ, അപ്പൊ എന്താണ് കോഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ റൈറ്റ് സൈഡിൽ കോഡ്, ഇതിനകത്ത് എബിയും പിക്കും സിഡിയും ഒക്കെ കോഡുകളാണ്. ഓക്കേ, ഇനി അടുത്തത് എന്താണ് ആർക്ക്? ഓക്കേ, നമുക്ക് അറിയാവുന്നതാണ് ആർക്ക് അല്ലെങ്കിൽ ചാപം എന്താണ്. ഓക്കേ, നമ്മൾ ഒരു വള എടുക്കുന്നു, ഒരു സർക്കിൾ ആയിട്ടുള്ള വള എടുത്തിട്ട് നമ്മൾ പൊട്ടിക്കുന്നുവെങ്കിൽ കുറച്ച് പീസ് ഭാഗത്ത് കിട്ടത്തില്ലേ, കുറെ ചെറിയ പീസ്. ആ ഓരോ പോർഷൻ, ആ വളയുടെ ഓരോ ഭാഗത്തേക്ക് നമ്മൾ എന്ത് വിളിക്കുന്നു, പീസായിട്ട് നമ്മളെല്ലാം കൂടെ യോജിപ്പിച്ച് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ സർക്കിൾ എല്ലാം ഉണ്ട്, പൊട്ടിയ വള 2-3 പീസായിട്ട് പൊട്ടിയ വള ഉണ്ടെങ്കിൽ അതിനെ ചേർത്ത് വെച്ചാൽ വൃത്താകൃതിയിലിരിക്കുന്ന വളയാണ് എങ്കിൽ പൊട്ടി ചേർത്ത് വെച്ചാൽ നമുക്ക് സർക്കിൾ തന്നെ കിട്ടും. അപ്പൊ ആ ഓരോ പീസാണ് ആർക്ക് എന്ന് പറയുന്നത്. അതായത് സർക്കിൾ ഞാൻ ഇങ്ങനെ വരച്ചു, ഇതൊരു സർക്കിൾ ആണ്. ഓക്കേ, ഇതൊരു സർക്കിൾ ആണ്, അത് ഞാൻ കുറച്ച് ഭാഗമാക്കിയാണ്ട് മാറ്റി. ഓക്കേ, ഇതൊക്കെ ഓരോ ആർക്കുകളാണ്, സർക്കിളിന്റെ ഓരോ പോർഷൻ. ഇതൊരു ആർക്കാണ് ചാവം, ഇതൊരു മറ്റൊരു ആർക്കാണ്. ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ എന്താവും, സർക്കിൾ ആവും. അപ്പം എന്താണ് ആർക്ക് എന്നും എന്താണ് കോഡ് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണെങ്കിൽ ഞാൻ കോഡ് എന്താണ് ആർക്ക് എന്താണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കേ, അത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഒന്ന് നിങ്ങളെ കൊണ്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കേ, അപ്പൊ ഞാൻ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിൾ വരച്ചിട്ട് ഞാൻ ആ സർക്കിളിൽ കോഡ് വരയ്ക്കുന്നു, ഒരു കോഡ്. ഓക്കേ, അല്ലെങ്കിൽ ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കുന്നു, ഒരു കോഡ്, ഇഷ്ടമുള്ള പേര്. അപ്പൊ ഇതിനകത്ത് AB എന്ന് പറയുന്ന ഒരു കോഡ് ഞാൻ വരയ്ക്കുന്നു. ഓക്കേ, AB എന്ന് പറയുന്ന കോഡ്. ഓക്കേ, AB എന്ന് പറയുന്ന കോഡ് അല്ലെങ്കിൽ AB എന്ന് പറയുന്നത് ഞാൻ. എന്നിട്ട് ഈ കോഡിന്റെ എൻഡ് പോയിന്റ്, ഈ കോഡിന്റെ എൻഡ് പോയിന്റ് നിങ്ങൾക്ക് അറിയാം. കോഡിന്റെ എൻഡ് പോയിന്റ് ആരൊക്കെയാണ്? Aയും Bയും. അത് ഞാൻ സർക്കിളിൽ ഒരു സൈഡ് കൊണ്ട് മുട്ടിക്കുന്നു. ഇപ്പൊ ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യും. വീണ്ടും ആ ഭാഗത്ത് ഞാൻ കൊണ്ട് മുട്ടിക്കുന്നു, അവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യും. വീണ്ടും ആ ഭാഗത്ത് ആ സർക്കിളിന്റെ ആ ലാർജർ പോർഷനിൽ കൊണ്ട് ഇഷ്ടം പോലെ കോഡ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാനായിട്ട് പറ്റും. ഇഷ്ടം പോലെ കോഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫിനിറ്റി നമ്പർ ഓഫ് കോഡ്, ഇഷ്ടം പോലെ ആംഗിൾ എനിക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കേ, ഇപ്പൊ AB എന്ന് പറയുന്ന കോഡ് ഞാൻ അതിന്റെ എൻഡ് പോയിന്റ് സർക്കിളിന്റെ ഒരു ഭാഗത്ത് കൊണ്ട് എല്ലായിടത്തും ഞാൻ മുട്ടിക്കണം. സർക്കിളിന്റെ ആ പോർഷൻ എവിടെ മുട്ടിച്ചാലും നമുക്ക് കുറെ ആംഗിൾ കിട്ടും. ഞാൻ ഈ വരയ്ക്കുന്ന ആംഗിൾ, ഇഷ്ടം പോലെ ആംഗിൾ നമുക്ക് കിട്ടും. ആംഗിൾ എല്ലാം, ആ കോണുകളെല്ലാം തന്നെ എന്തിനായിരിക്കും, സെയിം ആയിരിക്കും. ഇത് x ഡിഗ്രി ആണെങ്കിൽ ഇതെല്ലാം എത്ര ഡിഗ്രി ആയിരിക്കും പിള്ളേരെ? അതെല്ലാം x ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു കോഡ്, ഒരു ഞാൻ അല്ലെങ്കിൽ ഒരു ലൈൻ സെഗ്മെന്റ് സർക്കിളിന്റെ ഒരു ഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ എല്ലാം സെയിം ആണ്. ഒരു ഭാഗത്തോട് ഞാൻ ഈ ഭാഗത്ത് ഉണ്ടാക്കുന്ന x ആണെങ്കിൽ അത് AB എന്ന് പറയുന്ന ആ കോഡ് ഈ സൈഡിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിളും എന്ത് തന്നെയായിരിക്കും, x. x എന്ന് പറയുന്നത് 50 ഡിഗ്രി 60 ഡിഗ്രി ഏത് ആംഗിൾ വേണമെങ്കിലും എടുക്കുക. അതിനാണ് കോമൺ ആണ് നമ്മൾ എന്ത് പറയുന്നത്, x ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പൊ AB എന്ന കോഡിന്റെ ഒരു ലാർജർ പോർഷൻ ഉണ്ട്, ഈ സ്മാളർ പോർഷൻ താഴോട്ട് നമുക്ക് ആംഗിൾ ഉണ്ടാക്കില്ലേ, ഇതെല്ലാം സെയിം ആയിരിക്കും. ഓക്കേ, ഇതെല്ലാം ഇതിനകത്ത് സെയിം ആയിരിക്കും. അത് x ആയിരിക്കത്തില്ല. ഇതിപ്പോ y ആണെങ്കിൽ ഇതെല്ലാം എന്തായിരിക്കും, y ആയിരിക്കും. മനസ്സിലായോ? ഒരു പോർഷൻ ഉണ്ടാക്കുന്ന ആംഗിൾ എല്ലാം സെയിം ആണ്, മറ്റേ പോർഷൻ ഉണ്ടാക്കുന്ന ആംഗിൾ എല്ലാം സെയിം ആണ്. ഓക്കേ, രണ്ടും ഒരേ കണക്കൊക്കെ വരുന്ന കേസുകളൊന്നും ഉണ്ട്, അത് നമുക്ക് പറയാൻ പറ്റും. അത് നമുക്ക് ആ രണ്ടും ഒരേ കണക്ക് വരണമെങ്കിൽ അത് ഡയമീറ്റർ ആയിരിക്കും, അത് പിന്നെ പറയാം. അതായത് ഒരു സർക്കിളിന്റെ കോഡ്, സർക്കിളിന്റെ ഒരു ഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ എല്ലാം സെയിം ആണ്. ഓക്കേ, അത് മാത്രം പറഞ്ഞാൽ മതി. ഈ കോഡ് പോലെ തന്നെയാണ് ആർക്കിന്റെ കാര്യം. വേറൊരു സർക്കിൾ ഞാൻ വരച്ചു. ഓക്കേ, വേറൊരു സർക്കിൾ ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. ഓക്കേ,
അതില് ഞാൻ ഒരു ആർക്ക് വരയ്ക്കുന്നു. ആർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഇതിനകത്ത് എ ബി എന്ന് പറയുന്ന ഒരു ആർക്ക്, എ ബി എന്ന് പറയുന്ന ആർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടം വരെ ഉണ്ട് കേട്ടോ, അതാണ് എ ബി എന്ന് പറയുന്ന ആർക്ക്. ആ എ ബി അങ്ങ് ചേർത്ത് വരച്ചാൽ അത് കോഡാണ്. ഇവിടെ എ ബി എന്ന് പറയുന്ന കോഡാണ്, അവിടെ എ ബി എന്ന് പറയുന്ന ആർക്കാണ്. ആ ആർക്കിന്റെ എൻഡ് പോയിന്റ് ഞാൻ സർക്കിളിന്റെ ഒരു പോർഷനിൽ, ഇപ്പൊ ലാർജർ പോർഷനിൽ ഇങ്ങനെ ചേർത്ത് വരയ്ക്കുവാണെങ്കിൽ, ചേർത്ത് വരച്ചാലും നമുക്ക് കുറെ ആംഗിൾ അവിടെ ഫോം ചെയ്യും. ഓക്കെ, അതെല്ലാം എന്ത് തന്നെയായിരിക്കും, ആ സെയിം തന്നെയാണ്. ഓക്കെ, ഇത് എക്സ് ആണെങ്കിൽ ഇതെല്ലാം എത്ര തന്നെയാണ്, ആ എക്സ് തന്നെയാണ്. അതായത് കോണിന്റെ കാര്യം പറഞ്ഞു കണക്ക് തന്നെ ഒരു ആർക്ക് സർക്കിളിന്റെ ഒരു ഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ എല്ലാം എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഇതേ കണക്കിന് താഴോട്ട് y ആണെങ്കിൽ അതെല്ലാം എന്ത് തന്നെയായിരിക്കും, y തന്നെയായിരിക്കും. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് എങ്ങാനും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുവെങ്കിൽ, കാരണം പരീക്ഷയ്ക്ക് സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ ഇപ്പം പരീക്ഷയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ഞാൻ ഒരു കോഡ് വരച്ചു, ആ കോഡ് പി ക്യു ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് അവര് പറഞ്ഞു ഇവിടെ ഇതിപ്പോ ഇവിടെ പി ക്യു ആർ, ഇത് അവര് പറയാണ് 50 ഡിഗ്രി ആണ്. ഓക്കെ, എങ്കിൽ അവര് ചോദിക്കുന്നു ഇത് പി, ഇത് എസ്, ഇത് എത്ര ഡിഗ്രി ആണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞൂടെ, നമ്മൾ നോക്കിയാൽ മതി. അതാണ്ട് പി ക്യു എന്ന് പറയുന്നത് കോഡാണ്, അതിന്റെ അറ്റം പോയേക്കുന്ന ആറിലോട്ട് പോയിട്ടുണ്ട്. അതെ, പി ക്യു എന്ന് പറയുന്ന കോഡ് അതിന്റെ ഒരു ഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ പി ക്യുവിന്റെ ആ എൻഡ് പോയിന്റ് ആറിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ പി ക്യുവിന്റെ അറ്റങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ? പി ക്യുവിന്റെ അറ്റം വേറെ എങ്ങോട്ട് പോയേക്കുന്നു, ആ എസിലോട്ട് പോയേക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആംഗിൾ പി എസ് ക്യു എത്ര തന്നെയാണ്, 50 ഡിഗ്രി തന്നെ. മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അതാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്, ഒരു കോഡ്, ഒരു ലൈൻ സെഗ്മെന്റ് സർക്കിളിന്റെ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നത് ഇവിടെ എവിടെ വന്നാലും ആംഗിൾ എത്ര തന്നെയാണ്, 50 ഡിഗ്രി. ഈ പോർഷനിൽ എവിടെ വന്നാലും അത് ആ കോഡ് ആ സെക്ഷനിൽ ഉണ്ടാകും, ആ ലാർജർ സെക്ഷനിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എല്ലാം ഒന്ന് തന്നെയാണ്, 50 ഡിഗ്രി തന്നെയായിരിക്കും. ഇപ്പൊ 60 ഡിഗ്രി ആണെങ്കിൽ അതല്ല എത്ര ഡിഗ്രി ആയിരിക്കും, ആ 60 ഡിഗ്രി. അതായത് കോഡ് സർക്കിളിന്റെ ഒരു പോർഷനിൽ, കോഡ് അല്ലെങ്കിൽ ആർക്കായാലും സർക്കിളിൽ ഒരു ഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ എല്ലാം സെയിം ആണ്. മറ്റേ ഭാഗത്ത് ഉണ്ടാകുന്ന ആംഗിൾ അതേപോലെ തന്നെ ഏതാണെന്ന് വെച്ചാൽ അത് കറസ്പോണ്ടിങ് സെയിം തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് കോഡും ആയിട്ട് വരുന്ന ഒരു ആദ്യത്തെ ഒരു പോർഷൻ. നമുക്ക് അടുത്ത സെൻട്രൽ ആംഗിളുമായിട്ട് റിലേഷൻ ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോവാം. ഞാൻ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഒരു കോഡ് അല്ലെങ്കിൽ ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു സെഗ്മെന്റിൽ ഉണ്ടാകുന്ന ആംഗിൾ എല്ലാം, ഒരു സൈഡിൽ ഉണ്ടാകുന്ന ആംഗിൾ എല്ലാം സെയിം ആണ്. നേരത്തെ ഓൾട്ടർനേറ്റ് ആർക്കിന്റെ കാര്യം പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ സൈഡിലോട്ട് പറയാം. നോക്കി, ഒരു സർക്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിനകത്ത് എ ബി എന്ന് പറയുന്ന ഒരു ആർക്ക് ഞാൻ വരച്ചിട്ടുണ്ട്. ഇതാണ് എ ബി എന്ന് പറയുന്ന ആർക്ക്. ഓക്കെ, അപ്പൊ അതിന്റെ മേളിൽ കിടക്കുന്ന ഒരു ആർക്ക് ഉണ്ടല്ലോ, എ ബി എന്ന് പറയുന്ന താഴത്തെ പോർഷൻ ആർക്കാണ്. അതിന്റെ സബായിട്ട് അതിന്റെ മുകളിലുള്ള ഒരു ആർക്ക് ഉണ്ട്, അതാണ് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നത് കേട്ടോ. തിരിച്ച് ഈ ആർക്ക്, ഈ മുകളിൽ കിടക്കുന്ന ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആണ് താഴെ കിടക്കുന്നത്. രണ്ടോട് ചേരുമ്പോൾ സർക്കിൾ പോർഷൻ ഫില്ല. ഓക്കെ, ഇത് എ ബി എന്ന് പറയുന്ന ആർക്ക്, അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക്, അതിന്റെ ബാക്കി പോർഷൻ ആണ്. മനസ്സിലാക്കുക, അവിടെ കിടക്കട്ടെ, കാര്യം പറയാൻ വേണ്ടിയാണ്. ഞാനിപ്പോ ഇതിനകത്തൊരു കോഡ് വരയ്ക്കും. കോഡ് അല്ലെ ആർക്ക് ഏത് വേണമെന്ന് പറഞ്ഞു, ഞാൻ ഇപ്പൊ ഒരു കോഡ് വരയ്ക്കും. ഓക്കെ, എ ബി എന്ന് പറയുന്ന ഒരു കോഡ് വരയ്ക്കുന്നു. ഓക്കെ, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എ ബി എന്ന് പറയുന്ന ഒരു കോഡ് വരയ്ക്കുന്നു. ഇത് സർക്കിളിന്റെ സെന്റർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ആ സർക്കിളിന്റെ കേന്ദ്രമാണ്, വൃത്തത്തിന്റെ കേന്ദ്രമാണ് എ ബി എന്ന് പറയുന്നത്. ആ വൃത്തത്തിലെ ഒരു ഞാനാണ്. ഓക്കെ, അപ്പൊ വൃത്തത്തിന്റെ കേന്ദ്രത്തിന് ഞാൻ O എന്ന് പേര് കൊടുത്തു. ഓക്കെ, വൃത്തത്തിന്റെ സെന്റർ അതിന് O എന്നാണ് പേര് കൊടുക്കുന്നത്. ഈ എ ബി എന്ന് പറയുന്ന കോഡ് ഞാൻ അതിന്റെ എൻഡ് പോയിന്റ് ഞാൻ സർക്കിളുമായി കൂട്ടിമുട്ടിക്കുന്നു. ഓക്കെ, സർക്കിളുമായി കൂട്ടിമുട്ടിക്കുന്നു. ഓക്കെ, സർക്കിളുമായി കൂട്ടിമുട്ടിക്കുമ്പോൾ എനിക്കൊരു ആംഗിൾ കിട്ടും. ആ ആംഗിൾ ആണ് ആ കോഡിന്റെ എന്ത് ആംഗിൾ എന്ന് വിളിക്കാം, സെൻട്രൽ ആംഗിൾ എന്ന് വിളിക്കാം. മനസ്സിലായോ? ഏതൊരു കോഡും അതിന്റെ സർക്കിളിന്റെ സെന്ററുമായി മേക്ക് ചെയ്യുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആ കോഡിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് വിളിക്കാം. എന്തിനു വിളിക്കാം? സെൻട്രൽ ആംഗിൾ. അല്ലെങ്കിൽ ആ ഇത് ഞാനിന്റെ എന്തെന്ന് വിളിക്കാം, ആ കേന്ദ്ര കോൺ എന്ന് വിളിക്കാം. ഇപ്പൊ ഇവിടുത്തെ ഒരു ആംഗിൾ ഉണ്ട്, ഒരു ആംഗിൾ എ ഒ ബി, അതാണ് അതിന്റെ എന്ത് ആംഗിൾ എന്ന് വിളിക്കുന്നത്, സെൻട്രൽ ആംഗിൾ എന്ന് വിളിക്കുന്നത്. സെൻട്രൽ ആംഗിൾ. ഓക്കെ, സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ എന്ന് വിളിക്കും. കേന്ദ്ര കോൺ. ഓക്കെ, ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നതാണ് കേന്ദ്ര കോൺ. കാരണം മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതാണ് അതിന്റെ ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് കേന്ദ്ര കോൺ എന്ന് വിളിക്കും. ഓക്കെ, ഇനി എ ബി എന്ന് പറയുന്ന കോഡ് അതിന് ഓൾട്ടർനേറ്റ് സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയും നോക്കാം. ഓൾട്ടർനേറ്റ് എ ബി എന്ന് പറയുന്ന ആർക്ക് എന്ന് പറയുന്നത് ഇതാണ്. എ ബി എന്ന് പറയുന്ന ഈ ചെറിയ ആർക്ക് ഓൾട്ടർനേറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ആ മോളിലത്തെ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അതെനിക്ക് അറിയത്തില്ല. ഞാൻ എന്താ വരച്ചു, പടം ഇങ്ങനെ വരച്ചു. ഈ എ ബി എന്ന് പറയുന്ന അതിന്റെ ഓൾട്ടർനേറ്റ് സൈഡിൽ ഒരു ആംഗിൾ മേക്ക് ചെയ്യും, ഇങ്ങനെ മേക്ക് ചെയ്യും. ഓക്കെ, അത് ഞാൻ ഇവിടെ ഡി എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഡി. ഓക്കെ, ഇനി ഈ സെൻട്രൽ ആംഗിൾ സി ഡിഗ്രി ആണെന്ന് വിചാരിക്കുക.
സെൻട്രൽ ആംഗിൾ സി ഡിഗ്രി ആണ് വിചാരിക്കുക, സി ഡിഗ്രി. ഓക്കെ, സി ഡിഗ്രി ആണ് എങ്കിൽ ഈ എ ബി എന്ന് പറയുന്ന കോണിന് ഓൾട്ടർനേറ്റ് സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ പകുതി എത്രയായിരിക്കും? ആ c/2 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഒരു കോഡിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് കോഡ് ഓൾട്ടർനേറ്റ് സൈഡിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോഡ്. അപ്പൊ ഒരു ചാപം അതിന്റെ വൃത്തകേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. മലയാളത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഞാൺ അല്ലെങ്കിൽ ഒരു ചാപം അതിന്റെ വൃത്തകേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സി ആണെങ്കിൽ ആ കോഡ് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അതിന്റെ പകുതിയാണ്. ഓക്കെ, ഇത് സി ആണെങ്കിൽ എത്രയായിരിക്കും? ആ c/2 എന്നായിരിക്കും. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ആംഗിൾ ADB എന്ന് പറയുന്നത് എത്ര പിള്ളേരെ? ആ c/2 ഡിഗ്രി ആണ്. ആരുടെ പകുതിയാണ്? ആ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, കേന്ദ്രകോൺ സി ആണെങ്കിൽ മറ്റേ c/2 അതിന്റെ ഹാഫ് ആയിരിക്കും. ആരുടെ ഹാഫ് വേണം ഇങ്ങനെ നമുക്ക് പറയാം? ആരുടെ ഹാഫ് ആണ്? AOB യുടെ പകുതിയാണ്. AOB യുടെ പകുതി എന്ന് പറഞ്ഞാൽ c/2 ആണ്. ഇത് c ആണെങ്കിൽ ഇത് c/2. ഓക്കെ, അങ്ങനെയാണ് ചോദിക്കുന്നത്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒന്ന് കാണിച്ചു തരാം. പരീക്ഷയ്ക്ക് 2 മാർക്കിനൊക്കെ വരും. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടേ നമുക്ക് അത് വരത്തുള്ളൂ. ഇങ്ങനെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്ക് പറഞ്ഞു. ഓക്കെ, സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ സർക്കിൾ വരച്ചു. ഓക്കെ, ഒന്നുമില്ല, സർക്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോഴാ ഞാൻ അതിനകത്ത് ഒരു കോഡ് വരയ്ക്കുന്നുണ്ട്. കോഡ് അത് നോക്കി ഒരു കോഡ് വരച്ചു. AB എന്ന് പറയുന്ന ഒരു കോഡ് വരച്ചു. ഓക്കെ, എന്നിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ആ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇത് 0, ഇത് C എന്ന് കിട്ടും. ഇത് 120 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, 120 ഡിഗ്രി. എന്നിട്ട് ചോദിക്കുവാണ് ഇതിന്റെ ആംഗിൾ ACB എത്രയെന്ന് ചോദിച്ചു. ഓക്കെ, AB എന്ന് പറയുന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ എല്ലാരും കണ്ടോ? AB എന്ന് പറയുന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുള്ളൂ. എത്ര പിള്ളേരെ? 120 ഡിഗ്രി ആണ്. അതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. 120 ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും. ആംഗിൾ ACB എന്ന് പറയുന്നത് എത്രയാണ്? 120/2. ആൻസർ എത്ര പിള്ളേരെ? 60 ഡിഗ്രി. വളരെ സിമ്പിൾ ആണ്. ഒരു കോഡ് അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയാണ് അതിന്റെ ഓൾട്ടർനേറ്റ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് എനിക്ക് കിട്ടി. ഇതിപ്പോ 120 ആയപ്പോ ഇത് എത്ര വന്നു? ഈ ആംഗിൾ അതിന്റെ നേരെ പകുതി. 120ന്റെ പകുതി എത്ര വന്നു? 60 വന്നു. സിമ്പിൾ അല്ലേ? ഓക്കെ, പെട്ടെന്ന് കിട്ടിയില്ലേ? 120 അല്ല, ഇവിടെ 140 ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ വളരെ സിമ്പിൾ അല്ലേ? ഇപ്പൊ സെൻട്രൽ ആംഗിൾ 140 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സെൻട്രൽ ആംഗിൾ 140 ആണ് എങ്കിൽ അതിന് നേരെ പകുതിയാണ് ഇവിടെ വരുന്നതാണ് 140ന്റെ പകുതി. അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക്, AB യുടെ ഓൾട്ടർനേറ്റ് ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ 140യുടെ പകുതി. 140യുടെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ് പിള്ളേരെ? 70 ഡിഗ്രി. മാറ്റി 60 അങ്ങ് മാറി അവിടെ എന്താവും? 70 ആവും. അപ്പൊ മനസ്സിലായില്ലേ? അപ്പോൾ സെൻട്രൽ ആംഗിൾ തന്നാൽ ഓൾട്ടർനേറ്റ് ആംഗിൾ കണ്ടുപിടിക്കാൻ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും എവിടെ വരുന്നത്? ഓൾട്ടർനേറ്റ് ആംഗിൾ ആയിട്ട് നമ്മൾ എഴുതുന്നത്. വളരെ സിമ്പിൾ ആണ്. നേരെ തിരിച്ചാണ് ചോദിക്കുന്നത്. പരീക്ഷയ്ക്ക് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഇതൊന്നും അല്ല ചോദിച്ചത്. ഇതൊന്നും വായിക്കുന്നു. ഞാൻ ഇവിടെ ഇതും വായിക്കുന്നു. എന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നു ഇതങ്ങ് തന്നു 65 ഡിഗ്രി എന്ന്. ഓക്കെ, ഇപ്പൊ തന്നേക്കുന്ന ഏത് ആംഗിൾ ആണ്? സെൻട്രൽ ആംഗിൾ അല്ല തന്നേക്കുന്നത്. പകരം ഇവിടെ തന്നേക്കുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾ, മറുചാപത്തിലെ കോണാണ് തന്നേക്കുന്നത്. അപ്പൊ കേന്ദ്ര കോൺ എങ്ങനെ കണ്ടുപിടിക്കും? സെൻട്രൽ ആംഗിൾ അല്ല, മറുചാപത്തിലെ കോണല്ല, ആൾട്ടർനേറ്റ് ആംഗിളിലെ കോണാണ് തന്നിരിക്കുന്നത്. എങ്കിൽ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇരട്ടി കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ നമ്മള് സെൻട്രൽ ആംഗിൾ AOB ആണ് ചോദിച്ചത് എങ്കിൽ ഇവിടെ 65 ആണെങ്കിൽ നേരെ ഇരട്ടി. 65 × 2 എത്ര? 130. അപ്പൊ നമ്മൾ എഴുതും ഒറ്റയടിക്ക് എത്ര എഴുതും? 130. മനസ്സിലായി? അപ്പൊ തിരിച്ചും മറിച്ചും ചോദിക്കാം. സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾ അതിന്റെ പകുതിയാണ്. ഓൾട്ടർനേറ്റ് ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ആംഗിൾ അതിന്റെ ഇരട്ടിയാണ്. മനസ്സിലായി? ഈ c/2 ന്റെ ഇരട്ടിയാണ് c/2 × 2 എന്ന് പറഞ്ഞാൽ c ആണ്. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 120, ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ 140, ഇവിടെ 150 ആണെങ്കിൽ അവിടെ 75. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ തന്നാൽ ഇതിന്റെ പകുതിയാണ്, ഇവിടെ തന്നാൽ അതിന്റെ ഇരട്ടിയാണ്. മനസ്സിലാക്കുക? ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ്. ഒരു കോഡ് അതിന്റെ സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയാണ് ഓൾട്ടർനേറ്റ് ആംഗിൾ ഉണ്ടാകുന്നതെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിളിന്റെ ഇരട്ടിയാണ്, 2 ടൈംസ് ആണ് അതിന്റെ സെൻട്രൽ ആംഗിൾ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ ആയിട്ട് നമ്മൾ ആൻസർ എഴുതി വെച്ചിട്ട് ആ റീസൺ എന്ന് നമ്മള് നോട്ട് വരുന്ന റീസൺ കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് എന്ത് ചെയ്യും? കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ ഇവിടെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. അതുകൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ ആ ഒരു പോർഷൻ എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ഓരോന്ന് സബ്ബായി കൊണ്ടുവരികയാണ്.
ഓക്കെ, ഇതാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു പിക്ചർ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. ഓക്കെ, പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇനി പഠിക്കാൻ പോകുന്ന ഭാഗത്തിലെ പോർഷൻ ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോഴാ ആ സർക്കിൾ വരച്ചു. എന്നിട്ട് ഞാൻ നേരത്തെ വരച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കുവാണ്. ഞാനിപ്പോഴും ഒരു കോഡ് വരയ്ക്കുന്നു. കോഡ് തന്നെ വരയ്ക്കണമെന്നില്ല. ഞാനിപ്പോൾ ആർക്ക് വരയ്ക്കുന്നു, എ ബി എന്ന് പറയുന്ന ഒരു ആർക്ക്. ഓക്കെ, അത് ചേർത്ത് വരച്ചാൽ കോഡാവും. അത് കോഡായാലും ആർക്കായാലും കുഴപ്പമില്ല. അതിന്റെ സെൻട്രൽ ആംഗിൾ ഞാൻ അവിടെ വരയ്ക്കാൻ പോകും. ഓക്കെ, അതിന്റെ സെൻട്രൽ ആംഗിൾ. ഓക്കെ, അതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ വരയ്ക്കും. ഓക്കെ, ഓൾട്ടർനേറ്റ് ആംഗിൾ. ഓക്കെ, ഇത്രയും കാര്യം നമുക്ക് കുറച്ച് മുമ്പ് പഠിച്ചതാണ്. ഇതിന് ഞാൻ സി എന്നോ ഏതിലുള്ള പേര് കൊടുക്കുക. ഓക്കെ, പിന്നെ ഒ എന്ന് കൊടുത്തു സെന്ററിന്, പിന്നെ ഡി എന്ന് കൊടുത്തു. ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതിപ്പോ എക്സ് ആണെങ്കിൽ ഇത് x/2, അല്ലെങ്കിൽ സി ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ സി ആണ് എങ്കിൽ, കേന്ദ്രകോൺ സി ആണെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് മറുചാപത്തിൽ ഉണ്ടാകുന്ന കോൺ അതിന്റെ പകുതിയായിരിക്കും. സി ആണെങ്കിൽ സിയുടെ പകുതി c/2 ആണ്. അത് നമുക്ക് അറിയാം, കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചു. അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്യുവാണ്. ഓക്കെ, ഇത് സി. അപ്പൊ എന്താണ് എല്ലാവർക്കും അറിയാം, c/2 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, എങ്കിൽ ഇവിടെ ചെറിയ ആർക്കിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എ ബി എന്ന് പറയുന്നത് ഈ ചെറിയ ആർക്കാണോ, ഈ എ ബി എന്ന് പറയുന്ന ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലാണ് ഞാനിപ്പോ ഈ എ ഡി ബി എന്ന് പറയുന്ന ആംഗിൾ വെച്ചത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും വലിയൊരു ആർക്ക് കണ്ടോ, എ ഡി ബി എന്ന് പറഞ്ഞൊരു വലിയ ആർക്ക് കണ്ടോ, അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് വരുന്ന ഒരു ആംഗിൾ ആണ് ഇത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരയ്ക്കാം. അവിടെ എവിടെയെങ്കിലും കൂട്ടി മുട്ടിച്ചാൽ അതാണ് അതിന്റെ വലിയ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ആ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ. ഈ ആംഗിൾ അറിയേണ്ടത് എത്രയാണ്, ഇങ്ങനെയാണ് വരുന്നത്. ഈ ആംഗിൾ c/2 ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് 180 മൈനസ് എന്താണ് c/2 ഡിഗ്രി ആണ്. അതായത് അത് ഒരു കോഡിന്റെ അല്ലെങ്കിൽ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെയും ആ ആർക്കിലെയും ആംഗിളിന്റെ സം എപ്പോഴും സപ്ലിമെന്ററി ആണ്. കൂട്ടപ്പം എത്ര കിട്ടും പിള്ളേരെ, 180 കിട്ടും. ഈ ആംഗിളും ഈ ആംഗിളുടെ കൂട്ടം 180 ഡിഗ്രി ആണ് എന്ത് ചെയ്യുന്നത്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അങ്ങനെയാണ്. കൂട്ടപ്പം 180 ഡിഗ്രി എന്ത് ചെയ്യണം, കിട്ടണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഈ ആംഗിൾ കൂട്ടപ്പം 180 ഡിഗ്രി എന്ത് ചെയ്യണം, കിട്ടണം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ആ കാര്യം മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സി ആണെങ്കിൽ c/2, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത് എത്രയായിരിക്കും, 180 മൈനസ് c/2. സിമ്പിൾ ആയിട്ട് ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു ഇതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യും. ഓക്കെ, ഇതേ രീതിയിൽ വരുന്ന എക്സാമ്പിൾ ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ സൈഡിലോട്ട് എക്സാമ്പിൾ എഴുതുന്നത്. എക്സാമ്പിൾ എഴുതുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് പേരൊന്നും കൊടുക്കണമെന്നില്ല, എങ്കിലും ഞാൻ മനസ്സിലാൻ വേണ്ടി ഇതേ സെയിം പേരിലൊക്കെ കൊടുക്കുക. ഓക്കെ, ഡി അതിന്റെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന മറ്റേ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് സൈഡും വരുന്നു. ഓക്കെ, എ ബി സി ഡി ഇ. ഓക്കെ, ഇ ഇവിടെ സി എന്ന പേര് കൊടുക്കാത്ത സെൻട്രൽ ആംഗിളിന് സി എന്ന് പറയുന്നത് കൊടുക്കുന്നോണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ ഇപ്പൊ ഒ എന്ന് കൊടുക്കുന്നു. ഞാൻ ഇപ്പൊ ഒരു ആംഗിൾ ഞാൻ പറയാം, നിങ്ങൾ ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഞാനിപ്പോ ഇത് 140 എന്ന് കൊടുക്കും. ഓക്കെ, ഈ സെൻട്രൽ ആംഗിൾ എ ബി എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ 140 എന്ന് കൊടുത്തു. അപ്പൊ ഈ 140 ആണെങ്കിൽ ഇത് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ 140 ആണ് അതിന്റെ പകുതിയാണ് ഇവിടെ വരുന്നത്. എ ബി എന്ന് പറയുന്ന കോഡിന്റെ അറ്റം പോകുന്ന സ്ഥലം എങ്ങനെ, അതെന്താ നേരെ പകുതി എത്ര, 70. ഓക്കെ, ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കണ്ടേ. ഇതാണ് അടിയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. കുറച്ച് മുമ്പ് വരെ നമ്മൾ ഇത് 140 ആണെന്ന് 70 എന്ന് അറിയാം, ഇത് 70 ആണെങ്കിൽ 150 എന്ന് അറിയാം. കുറച്ച് മുമ്പ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യമാണ്. ഈ ആംഗിൾ പറയാനാണ് ഇപ്പൊ നമ്മൾ ഈ വരച്ച ഇത് പറഞ്ഞത്. ഓക്കെ, ഇത് എല്ലാവർക്കും അറിയാം. ഇത് c/2 ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും എന്താണ്, സപ്ലിമെന്ററി ആണ്. കൂട്ടം 180 ഡിഗ്രി കിട്ടും. അതായത് ആംഗിൾ എ ഇ ബി എന്ന് പറയുന്നത് ഇത് ഇതോടെ കൂട്ടിയാൽ 180 കിട്ടും. 180 മൈനസ് എന്തിനാണ്, 70 ആണ്. അതായത് ഇത് ആംഗിൾ കണ്ടുപിടിക്കേണ്ടത് 180 ഇത് ഈ c/2 കുറയ്ക്കണം. c/2 എന്ന് വിചാരിക്കണം, 180 ഇത് രണ്ടും കുറയ്ക്കണമെങ്കിൽ ഇത് രണ്ടും കൂട്ടുമ്പോ എത്ര കിട്ടണം പിള്ളേരെ, 180 കിട്ടണം. സപ്ലിമെന്ററി ആണ്. കൂട്ടുമ്പോ 70 ആണ് എങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ 180 70 കുറച്ചാൽ പോരെ. ആൻസർ എന്താ കിട്ടും നമുക്ക്, 110 ഡിഗ്രി കിട്ടും. വളരെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇത് 70 ആണെങ്കിൽ അത് നമുക്ക് കിട്ടിയാണ് 110 ഡിഗ്രി. ഓക്കെ, സിമ്പിൾ ആണ്. ഓക്കെ, അത് നമ്മളെ അടിയിൽ വരയിട്ടേക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ എന്ത് ചെയ്തതാണ്, കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ടാണ് നമുക്ക് അടിയിൽ വരച്ചിട്ട് ഇതാണ് പരീക്ഷയ്ക്ക് തന്നിരുന്നാൽ ഇത് 140 ആണ്, അത് 110 ആണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി നമ്മൾ നേരെ വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കിയിരുന്നു. ഓക്കെ, ഇതേ കണക്ക് വേറൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള വേറൊരു പടം. ഓക്കെ, നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ചെറിയൊരു സർക്കിൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു എക്സാമ്പിൾ. അതെ, ഇത് എ ബി, ഇതേ കണക്ക് ഒരു പേരൊക്കെ കൊടുത്ത് ഓക്കെ നമുക്ക് ഒരു ആൾട്ടർനേറ്റ് ആർക്കൊക്കെ വരച്ച് ഇവിടെ കൊടുക്കുന്നു. സിമ്പിൾ ആയിട്ട് ഇത് ഡി എന്ന പേര് കൊടുത്തു, ഞാൻ ഇ എന്ന പേര് കൊടുത്തു, ഒ എൻ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ കൊടുക്കുന്നു. ഇതിനകത്താണ് ഞാൻ ഇത് അടയാളപ്പെടുത്താൻ പോകുന്നു. നോക്കി,
ഇതിനകത്ത് 100 എന്ന് അറിയാൻ ഓക്കെ 100 ഓക്കെ ബാക്കിയുള്ള ഈ രണ്ട് ആംഗിൾ കണ്ടുപിടിക്കുക ഈ ആംഗിളും ഈ ആംഗിളും കണ്ടുപിടിക്കുക ഓക്കെ വളരെ സിമ്പിൾ ആണ് അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത് ഇത് വെച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ആംഗിൾ തന്നിരിക്കും ബാക്കി രണ്ട് ആംഗിൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും പറ്റും ഇത് 100 ആണ് എങ്കിൽ ഇത് 100 ആണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും കൂട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്ര കിട്ടും 180 ഡിഗ്രി കിട്ടും സപ്ലിമെന്ററി ആണ് അപ്പൊ നമ്മൾ ഈ ആംഗിൾ കണ്ടുപിടിച്ചുകൂടി ആംഗിൾ ഡി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂട്ടുമ്പോൾ 180 ആണ് അപ്പൊ ഈ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ 180 ആര് കുറയ്ക്കണം 100 കുറയ്ക്കണം അപ്പൊ 180 മൈനസ് 100 നമുക്ക് എത്ര കിട്ടും നമുക്ക് 80 കിട്ടും അപ്പൊ നമുക്ക് അവിടെ എഴുതുന്നു 80 എങ്ങനെ 80 കിട്ടി സിമ്പിൾ ആയിട്ട് പറഞ്ഞേ ഈ ആംഗിളും ഈ ആംഗിളും 180 കിട്ടി ഇത് 70 ആയപ്പോൾ 110 അല്ലെ 110 ആവുമ്പോൾ 180 110 പറയുമ്പോൾ 70 കിട്ടി ഇനി ഒരു ആംഗിൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ആംഗിൾ AOB കൂടെ കിട്ടുമല്ലോ അങ്ങനെ AOB കിട്ടുന്നത് ഇത് 80 അല്ലേ അപ്പൊ അതിന്റെ ഇരട്ടി അല്ലേ ഇവിടെ വരുന്നത് 80 ആണെങ്കിൽ 80 യുടെ ഇരട്ടി അവിടെ വരും 80 ആണെങ്കിൽ ഏറെ ഇരട്ടി അപ്പൊ 80 × 2 എത്ര കിട്ടും നമുക്ക് 160 കിട്ടും 160 കിട്ടും ഓക്കെ അവിടെ നമ്മൾ എഴുതുന്നത് 160 നമ്മൾ കണ്ടുപിടിച്ചതാണ് 160 ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ചു 80 ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ചതാണ് അപ്പൊ ഇത് 100 ആണെങ്കിൽ അത് 180 ന്ന് 100 കുറയ്ക്കുമ്പോൾ 80 കിട്ടും ഇത് ഓൾട്ടർനേറ്റ് ആർക്കിന്റെ നേരെ ഇരട്ടിയാണ് സെന്റർ ലൈൻ അപ്പൊ 160 കിട്ടും അതേ കണക്ക് തന്നെയാണ് ഇവിടെ തന്നത് അപ്പൊ ഏതെങ്കിലും ഒരു ആംഗിൾ വന്നിട്ട് ബാക്കി രണ്ട് ആംഗിൾ ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും പറയും ഓക്കെ അതാണ് ഇവിടെ ഇത് C ആണെങ്കിൽ C/2 ഇത് C/2 ആണെങ്കിൽ വലിയ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത് ഇത് 180 മൈനസ് C/2 ആയിരിക്കും അപ്പൊ ആർക്കിന്റെ അങ്ങനെ ഓൾട്ടർനേറ്റ് ആർക്കിന്റെ സമ്മ 180 ആയിരിക്കും സപ്ലിമെന്ററി ആയിരിക്കും ഓക്കെ ഒരു കാര്യം കൂടെ നമുക്ക് ഈ പോർഷനിൽ പഠിക്കാറുണ്ട് അതുകൂടെ നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കുന്ന ടെസ്റ്റിൽ പഠിപ്പിക്കുന്ന പോർഷൻ നമുക്ക് തീരും പിന്നെ ടെസ്റ്റിലെ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ മതി ചെയ്ത് നോക്കിയാലായിട്ട് മതി ഓക്കെ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം പ്രോബ്ലം ചെയ്ത് നോക്കാം ഓക്കെ അപ്പോഴാ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു ഓക്കെ ഒരു സർക്കിൾ വരച്ചു ഓക്കെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് അപ്പൊ അടുത്തത് ഞാൻ നേരത്തെ വരച്ച കുറച്ച് കാര്യങ്ങൾ ഓക്കെ സർക്കിളിന്റെ സെന്റർ ഇപ്പം O ആണെന്ന് വിചാരിക്കുക ഞാൻ ഒരു ആർക്ക് എടുത്തു അതിന്റെ AB എന്ന് പറയുന്ന ഒരു ആർക്ക് എടുത്തു ഓക്കെ അപ്പൊ അതിന്റെ സെൻട്രൽ ആംഗിൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്തു ഓക്കെ അത് C ആണെന്ന് വിചാരിക്കുക അത് C ഓക്കെ ഇനി ഓൾട്ടർനേറ്റ് ആംഗിൾ കൂടെ ഞാൻ ഇവിടെ വരയ്ക്കുന്നു അതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ഞാൻ ഇവിടെ വരയ്ക്കുന്നു ഓക്കെ അത് ഞാൻ D എന്ന് പേര് കൊടുത്തു ഓക്കെ ഇതങ്ങ് മാറ്റുന്നു ഈ O അവിടെ വേറെ കാര്യം കൂടെ എഴുതാൻ വേണ്ടിയാണ് ഇത് C ആണെങ്കിൽ എല്ലാവർക്കും അറിയാം എത്രയാണ് C/2 എന്ന് നമുക്കറിയാം C ആണെങ്കിൽ എന്താണ് C/2 ഇനി ഞാൻ വലിയ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ വരയ്ക്കുന്നു ഇങ്ങോട്ട് വലിയ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ താഴോട്ട് വരും D എന്നെങ്ങാനും പേര് കൊടുക്കുന്നു ഓക്കെ ഇത് C ആണ് ഈ ആംഗിൾ D എന്ന് വിചാരിക്കുക ഓക്കെ ഇത് C ആണ് ഈ ആംഗിൾ D എന്ന് വിചാരിക്കുക ഇത് D ആണെങ്കിൽ ഈ D വെച്ചുകൊണ്ട് ഈ ആംഗിൾ എങ്ങനെ പറയുമെന്നാണ് പറയുന്നത് ഇത് C/2 ആണെങ്കിൽ നിങ്ങൾ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു 180 മൈനസ് C/2 കണ്ടുപിടിച്ചാൽ മതി ഇൻ കേസ് ഈ D ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ ആംഗിൾ എന്തിനാണ് D യുടെ പകുതിയാണ് ഇത് D ഡിഗ്രി ആണെങ്കിൽ അതിന്റെ പകുതിയാണ് ഇത് കൂടെയാണ് നമ്മൾ പറയാനായിട്ടുള്ളത് ഓക്കെ സിമ്പിൾ ആണ് ഇത് സെൻട്രൽ ആംഗിൾ C ആണെങ്കിൽ C യുടെ പകുതിയാണ് അതിന്റെ ആൾട്ടർനേറ്റീവ് പോകുന്നത് C/2 ഇത് D ആണെങ്കിൽ അതിന്റെ ആൾട്ടർനേറ്റീവ് പോകുന്നത് നേരെ ഓപ്പോസിറ്റ് താഴെ കിടക്കുന്ന D/2 ഇത് C ആണെങ്കിൽ C/2 D ആണെങ്കിൽ D/2 ഇത് C/2 ആണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് മുമ്പ് 180 മൈനസ് C/2 ഈ ആംഗിൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു 180 കിട്ടും അത് വെച്ച് കണ്ടുപിടിക്കും ഓക്കെ അപ്പൊ അത് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഇത് ടെസ്റ്റിൽ കൊടുത്തേക്കുന്നുണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സാം നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലാവും ഓക്കെ ഒരു എക്സാം ഞാൻ ചെയ്യുവാണ് നോക്കുക നേരത്തെ സർക്കിൾ വരച്ചിട്ടുണ്ട് അതിനെ ഞാൻ ഈ പറയുന്ന ഇതേ ലെറ്റർ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യുന്നു പരീക്ഷയ്ക്ക് ഈ ലെറ്റർ ഒന്നും അല്ല ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ട ലെറ്ററുകളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട ലെറ്ററുകളൊക്കെ അവർ തരും ഓക്കെ A B തന്നെ P Q R S ഏത് വേണമെങ്കിലും തരാം ഞാനിപ്പോ RS കൊടുക്കുവോ ഓക്കെ എന്നിട്ട് ഈ ആംഗിൾ അവര് ഒരു ആംഗിൾ തരുന്നുണ്ട് അപ്പൊ ഇത് മൊത്തം ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ കണ്ടുപിടിക്കുന്നത് എല്ലാവർക്കും എത്രയാണ് 302 പ്രൊട്രാക്ടർ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊട്രാക്ടർ 180 ഡിഗ്രി ആണ് മറ്റേ പ്രൊട്രാക്ടർ 180 ഡിഗ്രി രണ്ട് പ്രൊട്രാക്ടറോട് ചേർത്ത് വെക്കുമ്പോൾ രണ്ട് സർക്കിൾ കംപ്ലീറ്റ് ആവുമ്പോൾ 300 ഡിഗ്രി വരും അപ്പൊ ആ കൺസെപ്റ്റ് നമുക്ക് ഇവിടെ എടുക്കേണ്ടതായിട്ട് ഉണ്ട് ഓക്കെ ഇത് 200 ഡിഗ്രി ആണെന്ന് തോന്നിട്ടുണ്ട് വേറെ ഒന്നും തോന്നിട്ടില്ല ഇത് 200 ഡിഗ്രി ആണെന്ന് തോന്നിട്ടുണ്ട് ഇനി ഞാൻ ബാക്കിയുള്ള എല്ലാ ആംഗിളും കണ്ടുപിടിക്കാൻ പോയി ഓക്കെ എനിക്ക് ഇനി ഇത് കണ്ടുപിടിക്കണം ഈ ആംഗിൾ കണ്ടുപിടിക്കണം എനിക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം ഈ ആംഗിൾ കണ്ടുപിടിക്കണം ഇതാണ് 200 എന്നാണ് തന്നിട്ടുള്ളത് വേറെ ഒന്നും തന്നിട്ടില്ല ഇത് 200 തന്നിട്ടുണ്ട് ഇത് 200 ആണെങ്കിൽ ഇത് എത്രയാണ് ഇത് D ആണെങ്കിൽ ഇത് എത്രയാണ് D/2 ഇതിന്റെ ഓൾട്ടർനേറ്റ് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് താഴെയാണ് അതിന്റെ ഓൾട്ടർനേറ്റ് അറിയാം വലിയ ആർക്കിന്റെ സെന്റർ ആംഗിൾ ആണ് 200 അതിന്റെ ഓൾട്ടർനേറ്റ് താഴെ കിടക്കുന്നത് അപ്പൊ ആംഗിൾ S കണ്ടുപിടിക്കണമെങ്കിൽ ആരുടെ
പകുതിയാണ് 200ന്റെ പകുതി എത്ര കിട്ടും പിള്ളേരെ നമുക്ക് 100 കിട്ടും. ഇത് എത്ര കിട്ടും 100. വളരെ സിമ്പിൾ അല്ലേ 100. ഓക്കേ ഇത് 200 ആണെങ്കിൽ ഇത് 100, ഇത് d ആണെങ്കിൽ d by 2. ഇനി നമുക്ക് r കണ്ടുപിടിക്കാം. അത് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച രീതിയിൽ നമുക്ക് r കണ്ടുപിടിക്കാം. അതായത് ഈ ആംഗിളും ഈ ആംഗിളുടെ കൂട്ടുമ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ ഇത് c by 2 ആണെങ്കിൽ 180 - c by 2. ഇത് കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും 180 ഡിഗ്രി കിട്ടും. ഓക്കേ 180 ഡിഗ്രി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും പറയാം. എത്ര കിട്ടും 180 ന്ന് ആര് കുറയ്ക്കുന്നു 100 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും 80 ഡിഗ്രി കിട്ടും. ഓക്കേ ഇത് 100 ആണെങ്കിൽ ഇത് എത്ര 80. ഇനി ഒരു ആംഗിൾ കൂടെ കണ്ടുപിടിക്കേണ്ട സെൻട്രൽ ആംഗിൾ അതിനെ o അങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംഗിൾ AOB, ആംഗിൾ AOB. ഇതിപ്പോ എനിക്ക് ഇവിടെ 100 എന്ന് കിട്ടി. ഇതിപ്പോ എനിക്ക് എത്ര കിട്ടി 80 എന്ന് കിട്ടി. ഇത് 80 ആണെങ്കിൽ 80 ന്റെ ഇരട്ടിയല്ലേ അത് ഓൾറെഡി കിടക്കുന്നത് ഇവിടുത്തെ ഇരട്ടിയാണ്. ഇത് c ആണ് c by 2, c by 2 ന്റെ ഇരട്ടിയാണ് ഈ കിടക്കുന്നത്. അപ്പൊ എത്ര 80 × 2 എത്ര കിട്ടും നമുക്ക് 160 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം 160 എന്ന് കിട്ടും. ഓക്കേ ഇത് അല്ലാതെ വേറെ രീതി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ ചോദിച്ചാൽ ഇത് 200 ആണ്. ഇത് 200 ആണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ 364 കുറച്ചാലും മതി. 200 കുറച്ചാൽ അങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കേ ആംഗിൾ AOB കണ്ടുപിടിക്കാൻ വേറൊരു മെത്തേഡ് ഉണ്ട്. എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു സർക്കിളിൽ ഫുൾ ആംഗിളോടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും 360 ഡിഗ്രി. ഇത് ഫുള്ളും കൂടെ കൂട്ടാൻ 360 കിട്ടും. ഈ 200 മാത്രമേ തന്നിട്ടുള്ളൂ. അടിയിൽ 2 അണ്ടർലൈൻ ചെയ്തേക്കുന്നത് തന്നിട്ടില്ല. ഞാൻ കണ്ടുപിടിച്ചോണ്ടാണ് ഇട്ടേക്കുന്നത്. അപ്പൊ AOB കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ 360 4 കുറച്ചാലും മതി. 200 കുറച്ചാൽ എത്ര കിട്ടും 160 കിട്ടും. 160 കിട്ടി കഴിഞ്ഞാൽ പകുതി എത്ര കിട്ടും 80 ആണ്. അങ്ങനെയും കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ R എന്ന് പറയുന്നത് 160ന്റെ പകുതി എത്ര 80. ഓക്കേ ഈ രീതിയിലും കണ്ടുപിടിക്കാം കേട്ടോ. ഇത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു. ഈ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഈ ടൈപ്പ് വെച്ചിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്. ഓക്കേ ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഇപ്പൊ ചെയ്ത ടൈപ്പോ നേരത്തെ ചെയ്ത ടൈപ്പോ ആണ് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നത് ആ ചോദ്യം. 200 ആണെങ്കിൽ ഇത് എത്രയാണ് നേരെ പകുതി 100 ആയിരിക്കും. ഓക്കേ ഇത് 100 ആണെങ്കിൽ ഇത് 80 ആണ്. 100ഉം 80 കൂടെ 150 കിട്ടും. ഇത് 80 ആണെങ്കിൽ നേരെ 160. അല്ല വേറെ രീതി കണ്ടുപിടിക്കാം. ഇത് 200 ആണെങ്കിൽ അതിന്റെ പകുതി 100 ആണ്. ഇത് 200 ആണെങ്കിൽ 360 200 കുറച്ചാൽ 160 ആണ് ഈ ആംഗിൾ. ഈ 160ന്റെ പകുതിയാണ് മേളിൽ കിടക്കുന്ന 80. ഓക്കേ ആ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ചെയ്തു നോക്കാം. ഇനി നമുക്ക് വേറെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്താൽ ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്തു നോക്കാം. അപ്പൊ നമ്മള് സെൻട്രൽ ആംഗിൾ കോഡിന്റെ അല്ലെങ്കിൽ ആർക്കിന്റെ സെൻട്രൽ ആംഗിളും അതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ റിലേഷൻ നമ്മൾ നോക്കി. ഒരു ചാപത്തിന്റെ കേന്ദ്ര കോണും അതിന്റെ മറുചാപത്തിലെ കോണും തമ്മിലുള്ള ആംഗിളിന്റെ പകുതിയാണ് അല്ലെങ്കിൽ ഇരട്ടിയാണ്. അപ്പൊ രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിന്റെ ഒക്കെ സം 180 ആണ്. സപ്ലിമെന്ററി ആണ്, അനുപൂരകമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുകയാണ്. O is the center of the circle. ചിത്രത്തിൽ O വൃത്ത കേന്ദ്രമാണ്. ഇതിനകത്ത് സർക്കിൾ വെച്ചിട്ടുണ്ട്. ആ സർക്കിളിന്റെ കേന്ദ്രം അത് വൃത്ത കേന്ദ്രം O ആണ്. നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട് കാരണം ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഓക്കേ ആംഗിൾ BOC = 130 ഡിഗ്രി. BOC അല്ലല്ലോ BOC എത്ര ഡിഗ്രി 130 ഡിഗ്രി. ആംഗിൾ BOC 130 ഡിഗ്രിയാണ്. ആംഗിൾ AOB 110 ഡിഗ്രി. AOB 110 ഡിഗ്രി എങ്കിൽ ഒന്നാമത്തെ ചോദ്യം ആൻസർ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആംഗിൾ AOC എത്രയെന്നാണ്. എല്ലാവർക്കും അറിയാം ആംഗിൾ AOC എത്രയാണ് എന്ന് പറയുന്നത് മാർക്ക് ചെയ്തിട്ടില്ല. AOC എന്ന് പറയുന്ന കോൺ കാണുക. ഈ ആംഗിൾ എത്ര അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ ഒരു സർക്കിളിന് ചുറ്റുമുള്ള ആംഗിൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും 360 ഡിഗ്രി 360 ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പൊ ആൾറെഡി രണ്ട് ആംഗിൾ എന്തുകൊണ്ട് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ 360 നിന്നും ഈ 110 130 കൂട്ടി എന്ത് ചെയ്താൽ മതി പിള്ളേരെ എന്ന് കുറച്ചാൽ മതി. അതായത് 360 മൈനസ് ആരൊക്കെ കൂട്ടിയ ആംഗിൾ ഈ 110 130 കൂട്ടിയത് അതായത് 110 130 കൂടി കൂട്ടിയത് എന്ത് ചെയ്യുക കുറയ്ക്കുക. 110 ഡിഗ്രി 130 ഡിഗ്രിയും കൂട്ടിയത് കുറയ്ക്കുക. 360 മൈനസ് 110 130 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും 110 130 കൂട്ടുമ്പോൾ 240 360 നിന്നും 240 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും ആംഗിൾ 120 ഡിഗ്രി. അതായത് നമ്മൾ ആംഗിൾ എത്രയാണ് 120 ഡിഗ്രി. ഈ ആംഗിൾ 120 ഡിഗ്രിയാണ്. സിമ്പിൾ ആയിട്ട് ആണ് കണ്ടുപിടിച്ച 360 110 110 130 കൂട്ടിയപ്പോൾ 250 കിട്ടി. 360 240 കുറച്ചാൽ 120 ഡിഗ്രി. ഓക്കേ ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ഓൾ ദി ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ ABC. ത്രികോണം ABC എന്ന് പറഞ്ഞ ത്രികോണം നിങ്ങൾ കണ്ടല്ലോ. ആ ത്രികോണം ABC യിലെ എല്ലാ കോണുകളും കണ്ടുപിടിക്കുക. എല്ലാ ആംഗിളും ഫൈൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ ABC എന്നാണ്. അപ്പൊ എല്ലാ ആംഗിളും നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം.
അപ്പൊ നമ്മള് ഓരോ കോഡുകൾ വെച്ച് കണ്ടുപിടിക്കാം. ആദ്യം നമ്മൾ ആംഗിൾ എ കണ്ടുപിടിക്കാൻ പോയി. ഓക്കെ, കണ്ടുപിടിക്കാൻ നോക്കാം. ഓരോ ആംഗിളും കണ്ടുപിടിക്കണം. അപ്പൊ ബി സി എന്ന് പറയുന്ന കോഡ് കണ്ടല്ലോ. ആ ബി സി എന്ന് പറയുന്ന കോഡ് എല്ലാവരും കണ്ടു. ബി സി എന്ന് പറയുന്ന കോഡ്, ഓക്കെ, ബി സി എന്ന് പറയുന്നത് ഞാൻ. ആ ബി സി എന്ന് പറയുന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടോ, 130. കണ്ടോ, ബി സി എന്ന് പറയുന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ കോഡിന്റെ അറ്റം ത്രികോണത്തിന്റെ ആ സർക്കിളിന്റെ മധ്യത്തോട്ട് പോകുന്ന കേന്ദ്രത്തിലോട്ട് പോകുന്ന ആംഗിൾ എത്ര, 130. ഇനി ബി സി എന്ന് പറയുന്ന കോഡിന്റെ അറ്റം വേറെ എങ്ങോട്ടെങ്കിലും പോകണ്ട നോക്കി. ബി സി പറയുന്ന കോഡ് അതിന്റെ ഓൾട്ടർനേറ്റ് ആക്കി എങ്ങോട്ടാ പോകുന്നത്, അത്ര എയിലോട്ടല്ലേ പോകുന്നത്. ബി സിയുടെ അറ്റം വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുള്ളവരെ എയിലോട്ടല്ലേ പോകുന്നത്. അപ്പൊ 130 ആണ് അതിന്റെ സെൻട്രൽ ആംഗിൾ. അപ്പൊ ഓൾട്ടർനേറ്റ് ആംഗിൾ വരുമ്പോ ആ ആംഗിൾ എ, അതായത് ബി സിയുടെ ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്ന ആംഗിൾ എ ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? ആ 130 ആണ്. 130ന്റെ ഓൾട്ടർനേറ്റ് ഓപ്പോസിറ്റ് നോക്കിയാൽ 130ന്റെ ഓപ്പോസിറ്റ് 130ന്റെ പകുതി ആംഗിൾ 130/2, ആൻസർ 65 ഡിഗ്രി. ഓക്കെ, ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കും. ഇനി നമ്മൾ ആംഗിൾ ബി കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ആംഗിൾ ബി. ഓക്കെ, സിമ്പിൾ ആയിട്ട് ആംഗിൾ ബി കണ്ടുപിടിക്കാൻ പോവാണ്. ബി കണ്ടുപിടിക്കാൻ ഞാൻ എ സി എന്ന് പറയുന്ന കോഡ് എടുക്കുവാണേ. ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കാം. 3 കോഡ് എടുക്കാം. ട്രയാംഗിളിന്റെ 3 സൈഡ് എന്ന് പറയുന്ന 3 കോഡായിട്ട് അവിടെ വരുന്നത്. എ സി എന്ന് പറയുന്ന കോഡ് എല്ലാവരും കണ്ടോ? എ സി എന്ന് പറയുന്ന കോഡ്. ഓക്കെ, അതിന്റെ സെൻട്രൽ ആംഗിൾ കുറച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഞാൻ ഇപ്പൊ അങ്ങോട്ട് എഴുതിയാണ് 120 എന്ന് എഴുതി. കണ്ടുപിടിച്ചുകൊണ്ടാണ് ഞാൻ വര ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എ സി എന്ന് പറയുന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ 120 ആണ്. അപ്പൊ അതിന്റെ ഓൾട്ടർനേറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? എ സിയുടെ സെൻട്രൽ ആംഗിൾ 120. എ സിയുടെ അറ്റം പിന്നെ വേറെ എങ്ങോട്ടേലും പോകുന്നുണ്ടോ? ആ ബിയിലോട്ട്. എ സിയുടെ ഓൾട്ടർനേറ്റ് ആംഗിൾ, എ സി എന്ന് പറയുന്ന കോഡിന്റെ ഓൾട്ടർനേറ്റ് ആയിട്ട് നിൽക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ബി ആണ്. സെൻട്രൽ ആംഗിൾ 120 ആണ്. ആൾട്ടർനേറ്റ് ആംഗിൾ അതിന്റെ നേരെ പകുതി, എ സിയുടെ ഏറ്റവും നേരെ പകുതി ആംഗിൾ ബി എന്ന് പറയുന്ന 120/2, ആൻസർ എത്ര ഡിഗ്രി? 60 ഡിഗ്രി. ഇനി ഒന്നുകൂടെ കണ്ടുപിടിക്കണമല്ലോ. എ ബി സി എയും കണ്ടുപിടിച്ചു, ബിയും കണ്ടുപിടിച്ചു, സിയും കൂടെ കണ്ടുപിടിക്കണം. സി കണ്ടുപിടിക്കാൻ വേണ്ടി എ ബി എന്ന് പറയുന്ന കോഡ് കണ്ടോ എല്ലാവരും? ആ എ ബി എന്ന് പറയുന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ നോക്കിയ പിള്ളേരെ, ആ എ ബി എന്ന് പറയുന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ 110 ഡിഗ്രി. അപ്പൊ അതിന്റെ അറ്റം ഇനി വേറെ അങ്ങോട്ടേക്ക് പോകുന്നത്. എ ബിയുടെ അറ്റം വേറെ അങ്ങോട്ട് പോകുന്നു, ആ സിയിലോട്ടല്ലേ പോകുന്നത്. എ സി എന്ന് എ ബി എന്ന് പറയുന്ന കോഡിന്റെ അറ്റം വേറെ അങ്ങോട്ട് പോകുന്നു, സിയിലോട്ട് പോകുന്നു. അപ്പൊ എ ബിയുടെ സെൻട്രൽ ആംഗിൾ 110 ഡിഗ്രിയാണ്. അതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആരുടെ പകുതിയാണ്? ആ 110ന്റെ പകുതിയാണ്. അപ്പൊ 110/2, ആൻസർ എത്ര കിട്ടും? അപ്പോഴ് 55. ആൻസർ 55. സിമ്പിൾ അല്ലേ? 65, 55, 60 കൂട്ടിയാൽ 180 ഡിഗ്രി കറക്റ്റ് കിട്ടും. നമ്മൾ കണ്ടുപിടിച്ചത് ശരിയാണ്. വളരെ എളുപ്പമാണ്. 130ന്റെ പകുതി 65, 210ന്റെ പകുതി ആംഗിൾ സി 55, 220ന്റെ പകുതി നേരെ 60. അതായത് ഓൾട്ടർനേറ്റ് ആംഗിൾ റിലേഷൻ വെച്ചിട്ടാണ് ഈ കണക്ക് നമ്മൾ ചെയ്തത്. വളരെ സിമ്പിൾ ആണ്. സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് ഓരോ കോഡിന്റെയും എന്താണ് ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ് ആ ക്വസ്റ്റ്യൻ. ഇപ്പൊ ടീച്ചേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചെയ്തിട്ടേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം കൂടി എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. ഇൻ ദി ഫിഗർ O is the center of the circle. ചിത്രത്തിൽ O എന്ന് പറയുന്നത് എന്താണ്? വൃത്ത കേന്ദ്രമാണ്. A, B, C are points on it. A യും B യും C യും ഒക്കെ ഈ സർക്കിളിനകത്തുള്ള വൃത്തത്തിനകത്തുള്ള ബിന്ദുക്കളാണ്, പോയിന്റ്സ് ആണ്. Calculate all the angles of triangle ABC and OBC. അതായത് ഈ ചിത്രത്തിലെ ABC എന്ന് പറയുന്ന ഒരു ത്രികോണം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, വലിയ ത്രികോണം. അതിലെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കുക. എല്ലാ ആംഗിളും എന്ന് പറയുന്നത് A യും B യും C യും ഒക്കെ കണ്ടുപിടിക്കണം. അതേപോലെ OBC എന്ന് പറയുന്ന ഒരു ചെറിയ ട്രയാംഗിൾ ഉണ്ട്, സെൻട്രൽ ആംഗിൾ ആണ് വരുന്നത്. അതിലേക്ക് എല്ലാ ആംഗിളും എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ഓയൊക്കെ നമ്മൾ ഇങ്ങോട്ട് സൈഡിലോട്ട് നമുക്ക് എഴുതാം. ആദ്യം ഞങ്ങൾ യോജിപ്പിക്കുന്നു. ഓക്കെ, ഓക്കെ, അവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു ട്രയാംഗിൾ കിട്ടും. ഒരു ട്രയാംഗിൾ അല്ല, ഇവിടെ ഒരു ട്രയാംഗിൾ കിട്ടും, ഇവിടെ ഒരു ട്രയാംഗിൾ കിട്ടും, ഇവിടെ ഒരു ട്രയാംഗിൾ കിട്ടും. ഈ 3 ട്രയാംഗിൾ കിട്ടുന്നുണ്ട്. ഈ 3 ട്രയാംഗിൾക്കും നമ്മൾ കൈ വെച്ചേക്കുന്ന ഈ 3 ട്രയാംഗിൾ, 3 ത്രികോണങ്ങൾക്ക് ഓരോ പ്രത്യേകതയുണ്ട്. ഓരോ പ്രത്യേകത അല്ലാതെ ഒറ്റ പ്രത്യേകത തന്നെയുള്ളത്. എന്നുവെച്ചാൽ ഈ 3 ത്രികോണത്തിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 3 ത്രികോണം ഐസോസെലസ് ട്രയാംഗിൾ ആണ്, സമപാർശ്വ ത്രികോണങ്ങളാണ്. ഇപ്പൊ എല്ലാവരും AOB ശ്രദ്ധിച്ചോ? ഞാൻ ഈ ടിക്ക് ഇട്ടേക്കുന്ന ത്രികോണം നോക്കുക. അതിൽ AOB എന്ന് പറയുന്ന ത്രികോണത്തില് ഈ BO എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് ആണ്, വൃത്തത്തിന്റെ ആരമാണ്. AO എന്ന് പറയുന്നത് ആരമാണ്. അപ്പൊ AOB എന്ന് പറയുന്ന ത്രികോണത്തില് ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ്. അപ്പൊ അതെന്താണ്? ഐസോസെലസ് ആണ്. അതുപോലെ AOC എന്ന് പറയുന്ന ത്രികോണം കണ്ടാൽ CO വൃത്തത്തിന്റെ ആരമാണ്, AOയും വൃത്തത്തിന്റെ ആരമാണ്. അതും എന്താണ്? ഐസോസെലസ് ആണ്. ഈ ടിക്ക് ഇട്ടേക്കുന്നത് ഐസോസെലസ് ആണ്. താഴെ ഒരു ത്രികോണം ഉണ്ടല്ലോ OBC, അത് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. അത് ഞാൻ ടിക്ക് ഇട്ടു OBC. അതിനകത്ത് BOയും COയും എല്ലാവരും കണ്ടു കാണും. BOയും COയും വൃത്തത്തിന് എന്ത് തന്നെയാണ്? റേഡിയസ് ആണ്, ആരമാണ്. അപ്പൊ അതും എന്ത് തന്നെയാണ്? ഐസോസെലസ് ആണ്. മൂന്നും ഐസോസെലസ് ആണ്. ഓക്കെ, ഐസോസെലസ് ട്രയാംഗിൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ രണ്ട് ആംഗിളും
രണ്ട് സൈഡും എന്താണ് ഈക്വൽ ആണ്. ഓക്കെ, ഈ റേഡിയസിന് അല്ലെങ്കിൽ എ എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് 20 ആണെങ്കിൽ ബി ഓ സൈഡിന് ഓപ്പോസിറ്റ് 20 ആണ്. ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കുമ്പോൾ ഇത് എത്രയാണ്? 20 ഡിഗ്രി ആണ്. ഇതും 20 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആദ്യം ആംഗിൾ ബി എ ഒ എന്ന് പറയുന്നതും പിന്നെ എ ബി ഒ എന്ന് പറയുന്നതും എത്ര ഡിഗ്രി ആണ്? 20 ഡിഗ്രി ആണ്. ആ ബ്രാക്കറ്റ് ഏത് ട്രയാങ്കിൾ എ ബി ഒ എന്ന് പറയുന്ന ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ എ ബി ഒ എന്ന് പറയുന്നത് ഐസോസെലസ് സമപാർശ്വ ത്രികോണമാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അത് എന്തുകൊണ്ട് ഏതൊക്കെ സൈഡാണ് നിങ്ങൾ ചോദിക്കും സാറേ ഇത് 20 ആവുമോ? ഒരിക്കലും 20 ആവുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യ വശങ്ങൾക്ക് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് ഈക്വൽ. ഇതിനകത്ത് ആരൊക്കെയാണ് ഈക്വൽ? എയും ബിയും. എയുടെ ഓപ്പോസിറ്റ് 20, അപ്പൊ ബിയുടെ ഓപ്പോസിറ്റ് എത്ര? 20. ഈ AOC എന്ന ട്രയാങ്കിൾ ഉണ്ട്, അതിനകത്ത് ആരൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ള സൈഡ്? എഒയും സിഒയും. ഈ എയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന 30 ആണ്. അപ്പോൾ ഈ സിഒയുടെ ഓപ്പോസിറ്റ് 30. ഈ ആംഗിൾ എത്ര തന്നെ? 30. അപ്പം രണ്ടാമത് നമുക്ക് എഴുതാം ആംഗിൾ എത്ര? OAC. അതുപോലെ ആംഗിൾ ഏതാണ്? ACO. എങ്ങനെയാണ് വരുന്നത്? ACO അത് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ 30 ഡിഗ്രി പറഞ്ഞത്? നിങ്ങൾക്ക് തന്നെ അറിയാം. ഏത് ട്രയാങ്കിൾ? ട്രയാങ്കിൾ AOC എന്തായതുകൊണ്ട്? ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. അത് 30 നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ എ കണ്ടുപിടിച്ചുകൂടി. എല്ലാവർക്കും ആംഗിൾ എ കണ്ടുപിടിക്കും. ഈ എ എന്ന് പറയുന്ന ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോഴല്ലേ പിള്ളേരെ കിട്ടുന്നത്. അപ്പൊ ഇത് 20 കിട്ടി, 30 കിട്ടി. 20 കൂടെ ചേർന്ന് എത്ര കിട്ടും? 50 ആണ്. 20 പ്ലസ് 30 നോക്കിയ പിള്ളേരെ എത്ര കിട്ടി? 50. പെട്ടെന്ന് തന്നെ ആംഗിൾ ഞാൻ എഴുതി 50 എന്ന് എഴുതി. ഇത് 50 ആണ് എങ്കിൽ ഈ ആംഗിൾ നമുക്ക് കിട്ടാൻ പോവുകയാണ്. അറിയാലോ, നിങ്ങൾ എല്ലാവരും BC എന്ന് പറയുന്ന കോഡ് കണ്ടോ? അതിന്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. ആ സെൻട്രൽ ആംഗിൾ എഴുതാൻ പോവുക. ആംഗിൾ BOC എഴുതാൻ പോയി. ഈ BOC എന്ന് പറയുന്നത് എനിക്ക് അറിയത്തില്ല, ഞാൻ കൈ വെച്ചിട്ട് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. പക്ഷെ ഞാൻ ഒരു സാധനത്തിന് മുമ്പ് കണ്ടുപിടിച്ചല്ലോ. ആംഗിൾ എ എത്ര കിട്ടി? 50 കിട്ടി. അത് BOCയുടെ ഓൾട്ടർനേറ്റ് ആംഗിൾ എത്ര കിട്ടി? 50 കിട്ടി. അപ്പൊ സെൻട്രൽ ആംഗിൾ അതിന്റെ ഇരട്ടി ആയിരിക്കത്തില്ലേ? വർഷം വേണം പഠിച്ചേക്ക് ഓർമ്മയില്ലേ പിള്ളേരെ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് 60 ആണെങ്കിൽ ഇത് എത്രയാണ്? 120. ഇത് 50 ആണെങ്കിൽ 100. അതേപോലെ ഇതിപ്പോ എത്ര കിട്ടി? 50 കിട്ടി. നേരെ ഇരട്ടി ആയിരിക്കും ഇവിടെ വരുന്നത്. ഇപ്പൊ എത്ര? 50 ഇരട്ടി എത്ര? 100. 50 × 2 അതൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ കുറച്ചും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യ ഭാഗത്തോട്ടൊക്കെ നോക്കിയാൽ നമുക്കത് മനസ്സിലാവുന്നത്. ഇവിടെ എനിക്ക് എത്ര കിട്ടി? 100 കിട്ടി. ഓക്കെ, 100 ആണ്. ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു അണ്ടർലൈൻ ഇട്ടത്. അതൊന്നും എനിക്ക് ആദ്യം തന്നിട്ടില്ല. ഓക്കെ, ഇത് രണ്ട് മാത്രമേ തന്നിട്ടുള്ളൂ, 20, 30. ഇനി നമുക്ക് ബാക്കിയുള്ള എണ്ണം കണ്ടുപിടിക്കണം. ഈ ആംഗിൾ കണ്ടുപിടിച്ച് നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഓക്കെ, എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പൊ എല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് OBC. ഈ OBCക്കും OBC OCB അത് രണ്ടും കൂടെ കണ്ടുപിടിക്കാറ്. ഈ കുറച്ചും ഞാൻ പറഞ്ഞു ഈ ട്രയാങ്കിൾ ഐസോസെലസ് ആണ്, ഈ ട്രയാങ്കിൾ ഐസോസെലസ് ആണ്, മൂന്നാമത് ഈ ട്രയാങ്കിൾ ഐസോസെലസ് ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ? ഈ BO എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ആംഗിൾ സിയും സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ഈ ആംഗിൾ. അപ്പൊ ഈ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. ഒരു ട്രയാങ്കിളിലെ എല്ലാ ആംഗിളും കൂട്ടുമ്പോൾ 180 കിട്ടും. അപ്പൊ ഒരു ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ, എത്ര? 100. ഇനി ബാക്കി എത്രയും കൂടെ ഉണ്ട്? ഈ ട്രയാങ്കിളിന് ബാക്കി എത്രയും കൂടെ ഉണ്ട്? ഈ ട്രയാങ്കിൾ മൊത്തം കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടും. ബാക്കി ഇനി എത്രയുണ്ട്? 180 ഇനി എത്ര പോകണം? 180 ആര് പോകണം? 100 അങ്ങ് പോകണം. ഓക്കെ, അപ്പൊ 100 പോകുമ്പോ 80 ഉണ്ട്. പക്ഷെ ഇവിടെ രണ്ട് ആംഗിൾ ഇല്ലേ? ഓരോ ആംഗിൾ എത്ര വെച്ചായിരിക്കും? അതിന്റെ പകുതി വെച്ചായിരിക്കത്തില്ലേ പിള്ളേരെ? ഇത് മൊത്തം 180 ഉണ്ട്, ഒരു ആംഗിൾ 100 ആണ്. അപ്പൊ 180 100 കുറയ്ക്കുമ്പോൾ എനിക്കൊരു ആംഗിൾ കിട്ടും. 180 100 കുറച്ചാൽ എനിക്ക് എത്ര കിട്ടും? 80. ഈ ആംഗിൾ കൂട്ടുമ്പോഴാണ് 80 കിട്ടുന്നത്. പക്ഷെ ആ രണ്ട് ആംഗിൾ ഒരേ കളത്തെ ആംഗിൾ അല്ലേ? ഒരേപോലത്തെ ആംഗിൾ അല്ലേ? കാരണം ഈ ട്രയാങ്കിൾ ഐസോസെലസ് ആണ്. ഡിവൈഡ് ബൈ എത്ര? 2. അതായത് 80/2 എത്ര വീതം കിട്ടും നമുക്ക്? 40 വീതം കിട്ടും. സിമ്പിൾ ആണ്. 40 ഇതും 40. സിമ്പിൾ അല്ലേ പിള്ളേരെ? അല്ലേ? ഇതിപ്പോ 120 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ വിചാരിച്ചു 120. അപ്പൊ ബാക്കി എത്ര ഉണ്ട്? 60 ഉണ്ട്. ഇപ്പൊ എത്ര? 30. മനസ്സിലായില്ലേ? ഇത് 140 എന്ന് വിചാരിക്കുക. 150 വിചാരിക്കുക. ബാക്കി എത്ര ഉണ്ട്? 40. എത്ര? 20. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നത്? അത് ഐസോസെലസ് ആയതുകൊണ്ട് ഈ സൈഡിലും ഈ സൈഡിനും ഓപ്പോസിറ്റ് ആണ്, ഈക്വൽ ആയിട്ടേ കിട്ടൂ. അതുകൊണ്ട് ഒരു ആംഗിൾ രണ്ടും കൂടെ 80 ആണെങ്കിൽ ഓരോന്ന് എത്ര വെച്ചിട്ടായിരിക്കും? 40 വെച്ചിട്ടായിരിക്കും. ഇനി നമുക്ക് ബാക്കി ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഡബിൾ നമുക്ക് ഇവിടെ എഴുതാം. സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് എഴുതുന്നത്. ട്രയാങ്കിൾ ABC ആംഗിൾ എഴുതാൻ പോകുന്നത്. ട്രയാങ്കിൾ ABC ആംഗിൾ A
എ ബി സി എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട്. എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയല്ലോ, എത്ര കിട്ടി? 50. എ സിമ്പിൾ ആയിട്ട് 50 കിട്ടി. ഇനി ബി നമുക്ക് എഴുതാലോ. ബി ബി എന്ന് പറയുന്നത് 20 മാത്രമല്ല, ബി എന്ന് പറയുന്നത് മൊത്തം കൂടെ ചേരുമ്പോഴാണ് ബി. എത്ര? 40 20 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 60. ഇനി ആംഗിൾ സി എന്ന് പറയുന്നത് മൊത്തത്തിലാണ് ആംഗിൾ സി എന്ന് പറയുന്നത്. ഇനി മൊത്തത്തിൽ എടുക്കുമ്പോൾ എത്ര വരും? 40 30 കൂട്ടുമ്പോൾ എത്ര വരും? 70. ഓക്കേ, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഓക്കേ, ഇനി അടുത്ത ഒരു ആംഗിൾ, ഒരു ട്രയാംഗിൾ ഉണ്ടല്ലോ, ട്രയാംഗിൾ ഒ ബി സി. ഒ ബി സി ആംഗിൾ എത്ര വരും? ഒ ബി സി എന്ന് പറയുന്നത് ചെറിയ ട്രയാംഗിൾ, എത്ര വരും? 40 40 100. ഓക്കേ, 40 40 100. ഓക്കേ, അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ആംഗിൾ കിട്ടിയിട്ടുണ്ട്. ഓക്കേ, അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഐസോസെലസ് ട്രയാംഗിൾ റിലേഷൻ നോക്കുക, പിന്നെ സെൻട്രൽ ആംഗിൾ ആൾട്ടർനേറ്റ് ആംഗിൾ റിലേഷൻ മാത്രം വെച്ചിട്ടാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. അല്ലാതെ വേറെ ഒരുപാട് രീതിയിലൊക്കെ ചെയ്യാൻ കേട്ടോ. ഇതിന്റെ സെൻട്രൽ ആംഗിൾ ഈ ആംഗിൾ കണ്ടുപിടിച്ച് അതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ഒക്കെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം. പക്ഷേ ഈ ടൈപ്പ് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. അപ്പൊ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് സെൻട്രൽ ആംഗിൾ ആൾട്ടർനേറ്റ് ആംഗിൾ റിലേഷൻ ഒക്കെ ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ഒരു പോർഷനായിട്ട് എന്ത് ചെയ്യാം. ഓക്കെ.